ഓ ഗുരുരാതിരരാതിച്ച ഗുരു പരമദൈവതം ഗുരു പരതരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമ. ഓം ശാന്തി ശാന്തി ശാന്തി. ആചാര്യപാദങ്ങളിൽ പ്രണാമം. സ്നേഹം നിറഞ്ഞ എല്ലാ ആത്മജിജ്ഞാസുക്കൾക്കും കൂട്ടുകാർക്കും വിനീത നമസ്കാരം. ഗുരു അനാദിയും സകല ജഗത്തിനും ആദി കാരണവുമാണ്. ഗുരു തന്നെയാണ്. സകല ജഗത്തിനും ആദി കാരണമായതും ഗുരു തന്നെയാണ്. ഗുരു ആദി മധ്യാന്തരഹിതമാണ്. ഗുരുവിനേക്കാൾ ശ്രേഷ്ഠമായി യാതൊന്നും തന്നെ ഇല്ല എന്നാണ് ഇതിൻ്റെ സാമാന്യേനയുള്ള അർത്ഥതലം. ഈ മന്ത്രം വിശുദ്ധാരതന്ത്രത്തിലെ 13ാമത്തെ മന്ത്രമാണ്. 7000 വർഷം പഴക്കമുള്ള ആണ്. അപ്പോൾ ഇത്രയും പഴക്കമുള്ള ഈ മന്ത്രവും ആധുനിക ഗുരുവായ സർവ്വലോകാനുരൂപനായ ആധുനിക ഗുരുവായ നാരായണ ഗുരുവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചിന്തിക്കുമ്പോഴാണ് മരുത്വാമലയിൽ നിന്ന് കഠിനമായ തപസ്സിലൂടെ താഴേക്കിറങ്ങി അവതരിച്ച നാരായണ ഗുരുവിന്, നാരായണ ഗുരു എന്ന പദത്തിലെത്തി. ഗുരുവിന് ഔപനിഷദികപരമായി അതിന് എതിർലിംഗമില്ല. ഗുരു എന്ന് നമ്മൾ ഗൂഗിളിൽ അടിക്കുമ്പോൾ കിട്ടുമെങ്കിൽ ഔപനിഷദികപരമായി ഇതിന് ഗുരു എന്നാൽ പരമമായ ദൈവതമാണ്. ഗുരുവിന് പ്രകാശത്തിന് ഓപ്പോസിറ്റ് ഇല്ല എന്ന് നമ്മൾ അറിയണം. ആദിമധ്യാന്തരഹിതമായ ഗുരുവിനെ നമ്മൾ ശരിയായി മന്നം ചെയ്യാൻ വേണ്ടിയാണ് നാരായണ ഗുരുവായി തീർന്നതിന് ശേഷം ആദി ഗുരുവായ ശിവനെ പ്രതിഷ്ഠ ചെയ്തു. ആധുനിക ഗുരുവായ ഗുരു ആണെന്ന് എല്ലാം തന്നെ വെളിവാക്കിക്കൊണ്ടാണ് ഓങ്കാര പ്രതിഷ്ഠ. പൂർണ്ണതയായ ഒരു മന്ത്രമാണ് ഓങ്കാരം. ആ ഓങ്കാര പ്രതിഷ്ഠ ഗുരു ഉള്ളിലെ ഓങ്കാരേശ്വരം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ചെയ്ത് അതിൻ്റെ തത്വത്തിലേക്ക് കടക്കുമ്പോൾ സർവപ്രപഞ്ചവും ഈ ഓങ്കാരത്തിൽ നിന്നുണ്ടായതാണ് എന്ന് നമുക്കറിയുവാൻ സാധിക്കും. സർവപ്രപഞ്ചവും നിലനിൽക്കുന്നത് മൗനത്തിലാണ്. അകാരം ഉകാരം മകാരം മൗനം. ആ മൗനത്തിലാണ്. 3 മാത്രയും ഒരു അമാത്രയിലുമാണ് നിൽക്കുന്നത്. മൗനം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും മിണ്ടാതിരിക്കുന്നതല്ല. മൗനം എന്ന് പറഞ്ഞാൽ പൂർണ്ണതയാണ്. പൂർണ്ണത്തിൽ നിന്നും ആണ് പൂർണ്ണത ഉണ്ടാകുന്നത്. പൂർണ്ണത്തിൽ നിന്നും പൂർണ്ണം മാത്രമേ നമുക്ക് എടുക്കുവാൻ സാധിക്കൂ. മൗനം എന്ന് പറയുന്നത് പൂർണ്ണതയാണ്. ആ പൂർണ്ണതയിൽ നിന്നാണ് ഈ സമസ്ത പ്രപഞ്ചവും ഉണ്ടായിരിക്കുന്നത്. അത് വെളിവാക്കി തരണമെങ്കിൽ ഇത് ഗോപ്യവിദ്യയാണ്. ഇത് ശരിക്കും നമ്മൾക്ക് അറിയണമെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കണം. അതിന് മാണ്ഡ്വികോപനിഷത്ത് പഠിക്കണം. മാണ്ഡ്വികോപനിഷത്ത് പഠിച്ചെങ്കിൽ മാത്രമേ എല്ലാവരും സ്വരിക്കുന്ന ദൈവദശകം, ദൈവമേ കാത്തുകൊൾകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ നാവികന്നീ ഭവാബ്ധിക്കുരാവിവൻ തോണി നിൻപദം ആ പദം നമുക്കറിയണമെങ്കിൽ മാണ്ഡ്വികോപനിഷത്ത് പഠിക്കണം. മാണ്ഡ്വികോപനിഷത്ത് പഠിച്ചെങ്കിൽ മാത്രമേ ഗുരു എന്താണോ നിന്റെ പദം നിന്റെ ഉള്ളിലിരിക്കുക. നിന്റെ ഉള്ളിലിരിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ, അതായത് എൻ്റെ എന്നല്ല, എൻ്റെ ഉള്ളിലിരിക്കുന്ന പദത്തെ പരിചിന്തനം ചെയ്ത് അറിഞ്ഞുകൊണ്ട് ആ മന്ത്രത്തിലേക്ക് വരുമ്പോഴാണ് അറിയുന്നത്. അകാരം ഉകാരം മകാരം മൗനം. ആ പദം എന്ന് പറയുന്ന ഓങ്കാരം. ഈ സമസ്ത പ്രപഞ്ചവും ഉണ്ടായിരിക്കുന്ന ഓങ്കാരത്തിൽ നിന്നാണ്. അതും ശരിക്കും വെളിവായി സ്വയം അറിഞ്ഞ് പഠിക്കുവാനുള്ള ഒരു മനസ്സാണ് നമുക്ക് ആദ്യം വേണ്ടത്. മനസ്സില്ലാത്ത ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ ഇതിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതെല്ലാവരും കേൾക്കുന്നത് പല രീതിയിലായിരിക്കും. ഈ ബ്രഹ്മവിദ്യയിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് ആധുനിക ഗുരുവായ നാരായണ ഗുരുവിനെ അറിയാൻ സാധിക്കും. നാരായണ ഗുരുവിനെ ജാതിമത ഭേദമന്യേ മനുഷ്യന് മാത്രമാണ് ഇത്. മനുഷ്യനിൽ തന്നെ അറിവുള്ളവർക്ക്. അറിവ് എന്ന് പറഞ്ഞാൽ ജ്ഞാനസ്വരൂപനാ ഗുരു. ആ ജ്ഞാനസ്വരൂപിലേക്ക് എത്തണമെങ്കിൽ തന്നെ ഒരു മനുഷ്യന് ബോധമുണ്ടാവണം. നാം ശരീരമല്ല അറിവാകുന്നു. അറിവ് കിട്ടണമെങ്കിൽ ആ ബോധം വേണം. ബോധമില്ലാത്തവർക്ക് ഈ പറയുന്നതിനെ വിമർശിച്ച് നടക്കുന്നവരാണ്. നമുക്ക് മനസ്സിലാവും. ഗുരുവിനെ വിമർശിച്ച് നടക്കുന്നവരാണ് ഗുരുവിനെ ദേവനാക്കി ചിത്രീകരിച്ച്, അതായത് ഗുരു എന്ന പദത്തിൽ നിന്നും 11ാം
തലത്തിലിരിക്കുന്ന ഗുരുവിനെ 7-ാം തലത്തിലേക്ക് താത്തി സാധാരണ ഉള്ള ദേവീദേവന്മാർക്കൊപ്പം വെച്ച് ആരാധിച്ച് ഈ മാനവകുലത്തെ ദുഃഖത്തിലേക്ക് എത്തിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് ഗുരുവിനെ കൊണ്ട് നടക്കുന്നത്. അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ദേവനായി കാണുമ്പോൾ നമ്മളിലേക്ക് എത്തുന്നത് ധർമ്മം, അർത്ഥം, കാമം എല്ലാം കിട്ടും. നമ്മൾ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാലും കിട്ടും. ഇന്നത്തെ ഈ 10-40 വർഷം പഴക്കമുള്ള ഈ ഗുരുദേവ ക്ഷേത്രങ്ങളിൽ പോയാലും ഇതേ കിട്ടുള്ളൂ. പക്ഷെ നമ്മൾ അറിയേണ്ടത്, നാരായണ ഗുരു ശരീരത്തോടെ ഇരിക്കുമ്പോൾ ഗുരു പെർമിഷൻ കൊടുത്ത് എല്ലാം തന്നെ ഗുരുമന്ദിരങ്ങളാണ്. ഗുരുമന്ദിരത്തിൽ പോയാൽ അന്നം മുതൽ മോക്ഷം വരെ കിട്ടുന്നതാണ് ഗുരുമന്ദിരം. അതായത് ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. ഈ മോക്ഷം എന്ന് പറഞ്ഞാൽ മരണശേഷമുള്ളതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. മോക്ഷം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന സുഖമാണ്, ആ പരമാനന്ദമാണ് മോക്ഷം. അത് നമുക്കെല്ലാം സർവ്വതും നമുക്ക് തന്ന് നമ്മളിൽ നിന്ന് അന്യമല്ലാത്ത ഗുരു നമ്മളെ ആ മോക്ഷതലത്തിൽ എത്തിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതും ശരിക്കും ഗഹനമായി പഠിക്കണം. പഠിച്ചെങ്കിലേ അറിയാൻ സാധിക്കൂ. അത് ബോധമുള്ളവർക്കും ഗുരുഭക്തർക്കുമേ ആ ഒരു തലത്തിലേക്ക് എത്തുവാൻ സാധിക്കും. അതിനെ എല്ലാവരെയും സർവാത്മന വേദാന്ത വിശ്വവിദ്യാലയത്തിലേക്ക് സുസ്വാഗതം ചെയ്യുന്നു. ആദ്യം ഒന്നറിയുക, നമ്മൾ എന്തൊക്കെ പഠിച്ചാലും എന്തൊക്കെ അറിഞ്ഞാലും സത്യത്തിലേക്ക് അടുക്കണമെങ്കിൽ അതൊരു ഗുരുവിന്റെ കടാക്ഷമുണ്ടാവും. ഗുരു നമ്മളിലേക്ക് എത്തുന്ന ആളുകൾക്ക് മാത്രമേ വേദാന്ത വിശ്വവിദ്യാലയത്തിലേക്ക് എത്തുവാൻ വരെ സാധിക്കൂ. ഗുരു എത്തുക എന്ന് പറഞ്ഞാൽ, ഗുരു എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്. ഈ സത്യം എന്ന് പറഞ്ഞാൽ ത്രികാലത്തിലും മാറ്റമില്ലാതെ നിൽക്കുന്നത് എന്തോ അതാണ് സത്യം. ത്രികാലത്തിലും മാറ്റമില്ലാതെ നിൽക്കുന്നതാണ് സത്യം. സത്യത്തിന്റെ വഴി ഇന്നല്ലെങ്കിൽ നാളെ ഈ സർവ ജീവജാലങ്ങളിലും പ്രോജ്വലിക്കുന്നത് സത്യമാണ്. നമ്മളിലുള്ള അജ്ഞതയെ മാറ്റി ജ്ഞാനപ്രകാശം നൽകുവാൻ ലോകത്ത് അവതരിച്ച ഗുരുവാണ് നാരായണ ഗുരു എന്ന സത്യം. ഇന്നല്ലെങ്കിൽ നാളെ ഈ ലോകം തിരിച്ചറിയും. അന്ന് നമുക്ക് എല്ലാവർക്കും പരമാനന്ദത്തിലേക്ക് എത്തുവാൻ സാധിക്കും. ഈ ലോകം മുഴുവൻ സത്യത്തിലാണ്, ഏകദൈവത്തിലാണ് എന്നറിയുമ്പോൾ നമുക്ക് ഈ കാണുന്ന അതിരുവരമ്പുകളൊന്നും ആവശ്യമില്ല. ഇതുപോലെ മിലിറ്ററി യുദ്ധം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നമുക്ക് ആവശ്യമില്ല. ലോകം എന്ന് പറയുന്നത് പരമാനന്ദത്തിനാണ്. ലോകം പരമദൈവതമായി മാറും. അപ്പോൾ ഭാരതം എന്ന് പറഞ്ഞാൽ ഈ അണ്ഡകടാകം മുഴുവൻ ഭാരതത്തിന്റെ ആ വീക്ഷണഗതിയിലേക്ക് വരും എന്നുള്ളതാണ് സത്യം. ബാക്കിയെല്ലാം നൈമിഷികമാണ്, ബാക്കിയെല്ലാം അജ്ഞതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിയുമ്പോൾ മാത്രമേ നാരായണ ഗുരുവിനെ ലോകമറിയുള്ളൂ. അപ്പോൾ ആണ് ശരിക്കും ഈ പദത്തിന് അർഹത വരുന്നത്. ബ്രഹ്മശ്രീ നാരായണ ഗുരു എന്ന സത്യത്തെ സർവലോകാനുരൂപനായ നാരായണ ഗുരു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു അറിവിലേക്ക് എല്ലാവർക്കും എത്തുവാൻ കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭക്തിപൂർവ്വം തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഗുരുവും തത്സത്ത്.